بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അഭിവന്ദരായ സാദാത്യങ്ങൾ, ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ഉസ്താദുമാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എസ്വൈസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ തന്നെ വിളംബര ജാഥയും യോഗവും സംഘടിപ്പിക്കുവാൻ നമ്മുടെ ജില്ലക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്ന് റബീഉൽ അവ്വൽ 1 ഇന്നലെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളെ കാദിമാരൊക്കെ ഉറപ്പിച്ചു, ഇതുപോലത്തെ ഒരു മഹാസമ്മേളനം നമ്മുടെ 8 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് കൂടിയും കൊണ്ട് തിരൂരിലും നടക്കുകയാണ്. നമ്മുടെ യോഗം നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറം അൽഹംദുലില്ലാഹ് വിജയിച്ചിട്ടുണ്ട്. നാം ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജാഥ പിന്നെയും ഒരുപാട് സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. മഗ്‌രിബിന് മുമ്പായി നാം അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്, വലിയ വിജയമാണ്. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഷെർഷരി ഉസ്താദ് മഗ്‌രിബിന് തൊട്ട് മുമ്പ് എനിക്ക് വിളിച്ചു. ബഹുമാനപ്പെട്ടവർക്ക് ജലദോഷവും ചെറിയൊരു പനിയും കൊരയും ഉള്ളത് കൊണ്ട് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ബുദ്ധിമുട്ടി ഞാൻ വരികയാണ്, ഈ കൊരച്ചുകൊണ്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണെങ്കിൽ നീ വിഷമിച്ച് വരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ വളരെ ബുദ്ധിമുട്ടുണ്ട് മൂപ്പർക്ക്, സംസാരിക്കുമ്പോ തന്നെ കൊരയുണ്ട്. അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കോട്ടുമല വാപ്പു മുസ്ലിയാർ നമ്മുടെ അവിടെ എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബഹുമാനപ്പെട്ട സമദ് സാഹിബുണ്ട്, അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടാവും. വല്ലാതെ നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരുപാട് ദൂരത്തുനിന്ന് വന്ന ആളുകളുണ്ട്, ബസ്സും വണ്ടിയും ഒക്കെ എടുത്ത്. മലയമ്മ നമ്മുടെ ബാക്കവി വരുന്നുണ്ട്, അദ്ദേഹം വരുന്നതിന് മുമ്പ് ഉദ്ഘാടനമൊക്കെ നടക്കും. നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയത് നിങ്ങൾ കേട്ടു. സ്വാഗതം പറഞ്ഞ ലത്തീഫ് സാഹിബ് വളരെ രസകരമായ വിഷയം അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ടവർക്ക് അറിയുന്നതിനപ്പുറം എനിക്കൊക്കെ ഓർമ്മ വെക്കുന്ന കാലത്ത് തന്നെ സുന്നി പ്രസംഗികനാണ്. പ്രസംഗം പഠിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആ ശക്തിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും സ്നേഹിക്കുക, ആദരിക്കുക, നമ്മുടെ മാതാപിതാക്കൾ, ഉമ്മ വാപ്പമാര്, കുട്ടികള്, മറ്റുള്ള സമ്പത്തുകളൊക്കെ ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. എല്ലാത്തിനെക്കാണെയും. അപ്പൊ ചില ആളുകൾ പറയും, സാധാരണക്കാരനല്ലേ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ മാതിരി. അതൊരു പേച്ചു പോകാനുള്ള ഒരു വഴിയാണ്. സുന്നത്ത് ജമാഅത്തിനല്ല, ഈമാൻ തന്നെ കട്ടുപോകുന്ന ഒരു സ്വഭാവത്തിലാണ് വിശ്വാസം. ഏതായിരുന്നാലും വ്യാപകമായി നമ്മുടെ നാട്ടിലും മഹല്ലത്തിലും ഒക്കെ ആ ജാതി ആളുകള് തലപൊക്കുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളും നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ അതിലേക്ക് അകപ്പെടുന്നത് വളരെ ശ്രദ്ധിക്കണം. അതൊരു പിൽക്കാലത്തുണ്ടായ ഒരു സാധനമാണ്. അതിന് വളർച്ചയും
അതിന് ലോകം മുഴുവനും നിങ്ങൾക്കറിയാം, ലോകം മുഴുവനും ഇന്നു മുതൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദുകളും പാരായണങ്ങളും മദ്ഹുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയുള്ള 4 ആളുകൾ ഒച്ചമുളി ഉണ്ടാക്കിയതിനെ കൊണ്ട് അത് നിൽക്കൂല. നിങ്ങൾക്കറിയാം, ലോകത്ത് മുഴുവനും നടക്കുകയാണ്. ഇങ്ങനെ ഒത്തുചേരലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാലിഹായ അമലായ കബൂലാക്കി തരുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും സ്നേഹിച്ച് ഏറ്റവും ബഹുമാനിക്കുന്ന ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്തയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട കൂട്ടുമല വാപ്പു മുസ്ലിയാർ അവറുകളാണ്. ബഹുമാനപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. വേദിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ മുഹമ്മദ് ഫൈസി അവറുകളെ, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം ആസന്നമായിരിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലോക മുസ്ലിങ്ങൾ മുഴുവനും ഈ വിശിഷ്ടമായ ഈ പരിപാടിയും ഈ ആഘോഷവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈ സമുദായത്തിന് ലഭിച്ചു എന്നത് ഇതിലപ്പുറം ഒരു വലിയ നിഅമത്തോ സൗഭാഗ്യമോ ഇല്ല എന്നാണ് മഹാന്മാരായ അഇമ്മത്തുകളും പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ വിവിധ സ്ഥലങ്ങളിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ബഹുമാനവും ഒക്കെ തന്നെ ധാരാളം വിശദമായി പറഞ്ഞു കാണുന്നുമുണ്ട്. അങ്ങനെയുള്ള പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ജനിച്ച ഒരു മാസം ആസന്നമാകുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന ഒരു വലിയ ചർച്ച നടന്ന വിഷയമാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ മാസം
ഈ മാസത്തിന്റെ പുണ്യവും മഹത്വവും അത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറയുന്നത് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം റബീഉൽ അവ്വൽ മാസമാണ് എന്ന് വരെ അഭിപ്രായമുണ്ട്. മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം 12 മാസമാണ് ഒരു വർഷത്തേക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പുണ്യമായ മാസം അതേതാണ് എന്നതിന്റെ ചർച്ച നടക്കുന്നിടത്ത് കാണാൻ സാധിക്കും. പല പ്രമുഖന്മാരായ പണ്ഡിതന്മാരും പറയുന്നത് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഏറ്റവും പുണ്യമുള്ള മാസമാണ്. എന്താണ് റബീഉൽ അവ്വൽ മാസത്തിന്റെ മഹത്വവും പുണ്യവും? റബീഉൽ അവ്വൽ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ മാസത്തിന് അല്ലാഹു തആല വലിയ ആദരവ് നൽകി. ആ മാസത്തിന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു, ആ പരിശുദ്ധമായ ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ ഏറ്റവും നല്ലതാണ്. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ്. എന്താണ് തിങ്കളാഴ്ച ദിവസം? എന്താണ് തിങ്കളാഴ്ച ദിവസത്തിനുള്ള പ്രാധാന്യം? അതിനുള്ള പ്രത്യേകത എന്താണ് മറ്റു ദിവസങ്ങളെക്കാൾ? അതിന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിന്റെ കാരണം പറഞ്ഞു. ഉലിതു ഫീഹി, ആ ദിവസത്തിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ എന്നെ പ്രസവിക്കപ്പെട്ട ഒരു ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠതയും പദവിയും ബഹുമാനവും നൽകുകയും അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഈ സമുദായത്തിന് ലഭിക്കുകയും ചെയ്തപ്പോൾ അതിനുള്ള ഒരു ശുക്റാണ് തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിന് വേണ്ടി എല്ലാവരും നോമ്പനുഷ്ഠിക്കണമെന്ന് പറയുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ലഭിച്ച ആ പുണ്യപ്പെട്ട ദിവസം അത് ഒരു വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഈ മഹത്തായ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ഏറ്റവും പുണ്യമുള്ളതാണെന്നും ഏറ്റവും മഹത്വമുള്ളതാണെന്നും അവിടുന്ന് തന്നെ ഈ ലോകത്തിന് പഠിപ്പിക്കുകയാണ്. ഉലിതു ഫീഹി എന്നാണ് അതിന് കാരണം പറഞ്ഞത്. എന്താണ് ആ നോമ്പിന്റെ പ്രത്യേകത? എന്താണ് തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കാൻ പറയുന്നതിന്റെ കാരണം? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, എന്നെ അതിലാണ് പ്രസവിക്കപ്പെട്ടത്. അപ്പൊ എന്നെ പ്രസവിക്കപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട്, ആ ദിവസത്തിന് ഇത്രയും വലിയൊരു മഹത്വം ഉണ്ടായതുകൊണ്ട്, ആ ദിവസത്തിലാണ് ലോകത്തിന് തന്നെ അനുഗ്രഹമായ പ്രവാചകന് ലഭിച്ചു എന്നതുകൊണ്ട് അതിനുള്ള ഒരു ശുക്ർ എന്ന നിലക്കാണ് ഈ വിശുദ്ധമായ നോമ്പ് തിങ്കളാഴ്ച ദിവസം നടത്തണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് പുണ്യമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് പുണ്യമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിന് പുണ്യമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഭിച്ച ഉമ്മത്തിന് പുണ്യമുണ്ടോ? ഒക്കെ തന്നെ വളരെ വ്യക്തമായി ഈ വിശുദ്ധമായ ദീനിന്റെ ഈ വാക്കിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണക്കാരനല്ല, ഒരു സാധാരണ മനുഷ്യനല്ല, മനുഷ്യപുത്രനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പരമ്പരയിലെ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ അതൊരു സാധാരണ മനുഷ്യനല്ല, അതൊരു സാധാരണ മനുഷ്യനാണെന്ന് ആരും കണക്കാക്കിക്കൂടാ, വിശ്വസിച്ചുകൂടാ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം, ആ ജനനം കൊണ്ട് ഈ ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ആ അത്ഭുതങ്ങൾ എങ്ങനെ ആരെങ്കിലും ജനിച്ചാൽ ഉണ്ടാകുന്നതാണോ? ആരെങ്കിലും ജനിച്ചാൽ ഇവിടെ സംഭവിക്കുന്നതാണോ? അതൊന്നുമല്ലാത്ത ഒരു വലിയ ആ നിലക്കുള്ള അത്ഭുതം ഈ ലോകത്ത് കാണിക്കാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ്? മഹാനായ പ്രവാചകരെ ഈ ലോകം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ ലോകത്തിന് ലഭിച്ചിരിക്കുന്നത് അത്രയും വലിയ ഒരു സൗഭാഗ്യമായി എല്ലാവരും കാണണം എന്നതിനു വേണ്ടി തന്നെയാണ്.
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, തങ്ങളെ ഞാൻ ഈ സമുദായത്തിന്, ഈ ലോകത്തിന് നൽകിയിട്ടില്ല ഈ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകർ ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, സൃഷ്ടികൾക്ക് മാത്രമല്ല, എല്ലാത്തിനും അനുഗ്രഹമായിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ ലോകത്തിന് ലഭിച്ചു എന്നതാണ് ഈ വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആന്റെ വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. അപ്പൊ ലോകത്തിന് മുഴുവനും അനുഗ്രഹം ലഭിച്ച മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് ലഭിച്ചു എന്നത് കൊണ്ട് തന്നെ ഈ ലോകത്തെ ആകമാനം ഇവിടെ എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകരുടെ വരവോടുകൂടി ഉണ്ടായിട്ടുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ ഈ ലോകത്തിന് നൽകിയിട്ടുള്ളത് എന്താ? ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അവസാനത്തെ വാക്ക് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ദാഴിയാണ്, നിങ്ങൾ ഷാഹിദാണ്, നിങ്ങൾ മുബശ്ശിറാണ്, നിങ്ങൾ നദീറാണ്. അതോടൊപ്പം അതിന്റെ അവസാനമായി അല്ലാഹു പറയുന്നു, ഈ ലോകത്തെ മുഴുവനും പ്രകാശപൂരിതമാക്കുന്ന സിറാജുൽ മുനീറാണ്. ആ സിറാജുൽ മുനീർ ലോകത്തിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും പ്രകാശപൂരിതമായി. അത് തന്നെയാണ് ഈ ലോകത്തിന്റെ അനുഗ്രഹം, ഈ ലോകത്തിന് ലഭിച്ചിരിക്കുന്ന പുണ്യം, ഈ ലോകത്തിന് ലഭിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ നിഅമത്ത്. ലോകത്തെ മുഴുവനും പ്രകാശപൂരിതമാക്കിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് ലഭിച്ചു എന്നത് തന്നെയാണ്. അതാണ് മറ്റൊരു ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന. പ്രത്യേകമായി മുഅ്മിനീങ്ങൾ എടുത്തു പറയുകയാണ്, ലോകത്തിന് ഈ അനുഗ്രഹമാണ്. ലോകം മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകരുടെ ആ വരവോടുകൂടി അനുഗ്രഹം ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ്. അതോടൊപ്പം അല്ലാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന. മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹു വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് അനുഗ്രഹം? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ അവർക്ക് പ്രവാചകനായി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. ആ പ്രവാചകന്റെ പ്രവർത്തനം ഇവിടെ എന്തായിരുന്നു? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പോരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അല്ലാഹു തആല ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് മുഴുവനും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലഭിക്കുകയാണ്. യുസക്കീഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇതാണ് അല്ലാഹുവിന്റെ മന്ന, ഇതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം. മനുഷ്യനെ മുഴുവനും സംസ്കരിച്ചെടുത്ത വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളാക്കി മാറ്റുന്ന, ലോകത്ത് മുഴുവനും അല്ലാഹുവിന്റെ പ്രകാശം പരത്തുന്ന, ലോകത്തിന് മുഴുവനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണമാകുന്ന മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തന്നെയാണ് പരിശുദ്ധമായ ഈ വാക്കിലൂടെയും അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരു സാധാരണക്കാരനായി കാണാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായിയുമല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായി ആവണമെങ്കിൽ ആരാവണം അവൻ? ഇവിടെ നേരത്തെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇങ്ങനത്തെ ഒരാൾ സാധാരണ മനുഷ്യനാവുക? വാപ്പാനെക്കാണ്, ഉമ്മാനെക്കാണ്, മക്കളെക്കാണ്, കുടുംബത്തെക്കാണ്, ഭാര്യയെക്കാണ്, മറ്റെന്തെല്ലാം ഉണ്ടോ, സമ്പത്തിനെക്കാണ്, സർവത്തെക്കാണെയും ഏറ്റവും ഇഷ്ടം, അവന്റെ മനസ്സിൽ ഏറ്റവും അവൻ സ്നേഹം മഹാനായ പ്രവാചകനോടാവണം. അങ്ങനത്തെ ഒരു പ്രവാചകൻ എങ്ങനെ സാധാരണ മനുഷ്യനാകൽ? സാധാരണ മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ഒരു വസ്തുവാണെങ്കിൽ അതിനോട് ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുവോ? അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുവോ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്. ഞാനാവണം അവൻ ഏറ്റവും മഹ്ബൂബ്, എന്നിലാവണം അവന്റെ ജീവിതം മുഴുവനും നിൽക്കേണ്ടത്.
അങ്ങനത്തെ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു പൂർണ്ണ സ്നേഹം തന്നെയായി എന്നെ കാണാൻ ആർക്ക് കഴിയുന്നുവോ അവര് മാത്രമേ മുഅ്മിനാവുകയുള്ളൂ. ആ നിലക്കുള്ള ആളുകളല്ലാതെ മഹാനായ പ്രവാചകരുടെ അനുയായികളാണെന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ ഇതുപോലുള്ള സ്വഹാബത്തിന്റെ വലിയൊരു സദസ്സ്, സ്വഹാബിമാർ ഒന്നിച്ചൊരുമിച്ച് കൂടിയ ഒരു സദസ്സ്, ആ സദസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകർ ഇങ്ങനെ സ്വഹാബത്തിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, മത്തസ്സായത്തു യാ റസൂലല്ലാഹ്, എന്നാണ് ലോകാവസാനം, എന്നാണ് ഈ ലോകത്തിന്റെ അന്ത്യം? ഞങ്ങൾ വിശ്വസിച്ചു വരുന്നു ഈമാന്റെ ഭാഗമായി ലോകത്തിന് അന്ത്യമുണ്ട്, അവസാനമുണ്ട്. അത് കഴിഞ്ഞാൽ പരലോകത്ത് നമ്മളൊക്കെ പരലോക ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനത്തെ ഒരു ലോകം, അങ്ങനത്തെ ഒരു പുതിയ ലോകത്തേക്ക് പോകാൻ ഈ ലോകത്തിന് അന്ത്യമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരെ അത് ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളത് വിശ്വസിച്ചു പോരുന്നു. പക്ഷേ അത് എന്ന് സംഭവിക്കും, എന്നാണ് അത് ഉണ്ടാവുക? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളോട് ചോദിച്ചു, നീ ആ ദിവസത്തെ അന്വേഷിക്കാൻ, ദിവസം അതിന്റെ സമയം അന്വേഷിക്കുന്നതിന്റെ മുമ്പായി നിനക്ക് എന്നോട് ചോദിക്കാനുണ്ട്. ആ ദിവസം എന്നാണോ, എന്ന് സംഭവിക്കുമെന്നോ നീ മനസ്സിലാക്കുന്നതിന്റെ മുമ്പായി നീ കരുതേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് ആ കാര്യം? നീ എന്താണ് ആ ദിവസത്തേക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്? ദിവസം നിങ്ങൾക്ക് വരുന്ന തീർച്ചയാണ്. അതേത് ദിവസമായാലും ഏത് സമയത്തായാലും ശരി, ആ ദിവസത്തെ അഭിമുഖീകരിക്കാൻ നമ്മളുടെ കയ്യിൽ ഒരുക്കമാണ്. എന്താണ് അതിനുള്ള ഒരുക്ക്? അല്ലാഹുവിന്റെ പ്രവാചകർ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മാഇന്ദി ശൈഉൻ, മഹാനായ പ്രവാചകരെ, എന്റെ കയ്യിൽ പറയപ്പെടാൻ പറ്റുന്ന, അത്രമാത്രം എടുത്തു പറയാൻ പറ്റുന്ന ഒന്നും തന്നെ എന്റെ കയ്യിലില്ല. ഞാൻ അത്രമാത്രം ഒരുക്കുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇബാദത്തിൽ ഞാൻ പുറകിലാണ്, ആരാധനയിൽ പുറകിലാണ്, മറ്റെല്ലാ സൽക്കർമ്മങ്ങളിലും പുറകിലാണ്. എന്റെ കയ്യിൽ അതൊന്നും എടുത്തു പറയാൻ മാത്രമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകരായ അങ്ങയെയും വളരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. എന്റെ മനസ്സിലെപ്പോഴും അല്ലാഹുവും അവിടുന്നുമാണ്. തങ്ങളോടുള്ള ഒരു മഹബത്ത്, അല്ലാഹുവിനോടുള്ള മഹബത്ത്, അതൊരു വലിയ കാര്യമായി ഞാൻ എപ്പോഴും അതിനെ കൊണ്ട് നടക്കുകയാണ്. എന്റെ മനസ്സിൽ അതിനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണ്. ഈ ഒരു കാര്യമേ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളൂ. ഇത് കേട്ടപ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പ്രതികരിച്ചത്? എന്താണ് ഇതിന് മറുപടി പറഞ്ഞത്? എന്നാൽ പേടിക്കണ്ട, നീ കാര്യമായി ആരാധിക്കാത്തത് കൊണ്ടോ, നിനക്ക് അമലുകളില്ലാത്തത് കൊണ്ടോ, നീ ഈ ലോകത്തെ ജീവിതത്തിൽ നിനക്ക് പാകപ്പഴവുകളും അബദ്ധങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ പോലും പേടിക്കണ്ട. നീ ആരെയാണോ സ്നേഹിച്ചത്, ആ സ്നേഹിച്ചവരോട് കൂടെയാണ് പരലോകത്ത് വരാൻ പോകുന്നത്. നീ ആരെയാണ് സ്നേഹിച്ചത്? അല്ലാഹുവിനെയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെയാണ്. എന്നാൽ അവരോട് കൂടെയാണ് നീ പരലോകത്ത് വരാൻ പോകുന്നത്. നീ അവരുടെ അനുയായിയാണ്, നീ അവരുടെ ആളാണ്, അവരുടെ കൂട്ടത്തിൽ, അവരുടെ ആ ഒരു അഹ്ലിന്റെ കൂട്ടത്തിൽ നീ ഉൾപ്പെട്ടവനാണ്. അത് നിനക്ക് ഉറപ്പിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇദ്ദേഹം എന്തൊരു സന്തോഷം! ഇദ്ദേഹം എന്നല്ല, കൂടിയതായ സ്വഹാബിമാര് മുഴുവനും സന്തോഷിച്ചു. ആ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഈ വാക്ക് കേട്ടതോടുകൂടി എനിക്ക് പിന്നെ ഒന്നും വേണ്ട, ഈ ലോകം മുഴുവനും എനിക്ക് തരാം ആ വാക്കിന് പകരം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിനെ തിരസ്കരിക്കുന്നു. എനിക്കത് വേണ്ട. എനിക്കെന്താ വേണ്ടത്? ഈ ഒരു വാക്ക്, ഫഇന്നക മഅമൻ അഹ്ബബ്ത, അത് കിട്ടിയാൽ മതി. ഇവിടെ എന്ത് സമ്പാദ്യവും അതിന്റെ മുന്നിൽ വന്ന ഒന്നുമല്ല. അതുകൊണ്ട് ഈ ലോകം തന്നെ ഞാൻ ഒഴിവാക്കാം, ഈ മഹബത്ത് എനിക്ക് കിട്ടിയാൽ. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് അതാണല്ലോ, ഫഇന്നക മഅമൻ അഹ്ബബ്ത, ഇത് മതി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്ക് പറഞ്ഞതിനെ മഹാനായ അനസ് റളിയല്ലാഹു തആല എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു,
എന്തുകൊണ്ടാണെന്നോ, എന്താണ് ഞാൻ സർവവും വേണ്ട എന്ന് വെക്കുന്നതും ഈ ഒരു വാക്ക് മാത്രം എനിക്ക് മതി എന്ന് വെക്കുന്നതും എന്തുകൊണ്ട്? ലിഅന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബൂബക്കറിൻ വഉമറ വഇല്ലം അഅമൽ കഅമലിഹിം. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അത് എന്റെ കയ്യിലുള്ള ഒരു കൈമുതലാണ്. ആ മഹബത്ത് ഞാൻ അർജൂ അൻ അകൂന മഅഹും വഇല്ലം അഅമൽ കഅമലിഹിം, ഞാൻ അവരോട് കൂടിയാകുമല്ലോ എന്ന നല്ലൊരു ഉറപ്പ് എനിക്ക് ഇതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം സിദ്ദീഖ് തങ്ങളോടൊപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പരലോകത്ത് വരുമ്പോൾ അവരെ കൂടെ പോകാൻ പറ്റുക എന്നത് ഉണ്ടാകുമെന്ന് ഈ ഒരു വാക്കുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. അവരെ പോലെ ഞാൻ വലിയ അമലിന്റെ ആളൊന്നുമല്ല, ആരാധനയുടെ ആളല്ല, ഇബാദത്തുണ്ടാക്കിയവനല്ല. പക്ഷേ ഈ ഒരു വാക്ക് എനിക്ക് മതി എന്ന് ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞു. ഇത് പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നെ സ്നേഹിച്ചാലേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകൂ, എന്നെ സ്നേഹിക്കുന്നവർക്ക് മുഅ്മിൻ എന്ന് പറയാൻ പറ്റൂ എന്ന് വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതും അതുകൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ എല്ലാ അവസരത്തിലും ആ മഹബ്ബത്ത് നമ്മളുടെ മനസ്സിൽ വേണം. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു സമയമോ ഒരു മാസമോ അല്ല, സർവ്വസമയത്തും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വേണം. പക്ഷേ അത് ഏറ്റവും കൂടുതൽ പ്രത്യേകമായി നമ്മൾ അതിനൊരു പുണ്യകർമ്മമായി കാണിക്കുന്ന മാസം ആ മാസമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. അല്ലാഹുവിന്റെ റസൂൽ അതിൽ ജനിച്ചു എന്നത് തന്നെയാണ്. അപ്പൊ ആ ഒരു പുണ്യമാസമാണ് ഇവിടെ നമുക്ക് ആസന്നമായിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ ആദരിക്കപ്പെടുന്നത് കാണുമ്പോൾ പലർക്കും എന്താപ്പോ എന്ന് ചോദ്യമുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ വിഡ്ഢിത്തരം കൊണ്ടുള്ള ചോദ്യമാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളുടെ ആ ഒരു പേര് ഞാൻ ഉയർത്തിക്കഴിഞ്ഞു, തങ്ങളുടെ പ്രശസ്തി ഞാൻ ഉയർത്തിക്കഴിഞ്ഞു. എന്താണ് ആ ഉയർത്തൽ? എങ്ങനെയാണത് ഉയർത്തിയത്? ലോകത്തെപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിങ്ങനെ കേൾക്കുന്നു, നമുക്ക് പറയപ്പെടുന്നു, അത് നമ്മൾ കേൾക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്കാക്കി അതാക്കിയത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. അല്ലാഹു പറയുന്നത് ഇദാ ദുഃഖിർതു ദുഃഖിർത മഈ, എന്നെ എവിടെ ഓർമ്മിക്കപ്പെടുന്നുണ്ടോ, എന്നെ എവിടെ പറയപ്പെടുന്നുണ്ടോ, ദുഃഖിർത മഈ, എന്റെ കൂടെ നിങ്ങളെയും പറയണം, നിങ്ങളെയും എന്റെ കൂടെ പറഞ്ഞുകൊള്ളണം, ആ ഓർമ്മിക്കപ്പെടണം. അങ്ങനത്തെ ഒരു വലിയ പദവിയിലേക്ക് തങ്ങളെ ഞാൻ ഉയർത്തിയിരിക്കുകയാണ് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. അപ്പൊ ഇത്രയും മഹത്വവും പുണ്യവും ഒക്കെ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തോടുള്ള ആ ഒരു സ്നേഹപ്രകടനമാണ്, അവിടത്തോടുള്ള ബഹുമാനം കാണിക്കലാണ് യഥാർത്ഥത്തിൽ ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. നമുക്ക് ഇനി വേറെ ആരാ? അള്ളാഹുവിന്റെ പ്രവാചകനെ കഴിച്ചല്ലേ എന്തും ഇവിടെ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രവാചകനെ ഓർമ്മിക്കാനോ അവിടുത്തെ പേര് പറയാനോ അല്ലെങ്കിൽ അവിടുത്തെ മദഹ് പറയാനോ അവിടുത്തെ വലിയ സ്വലാത്ത് ചെല്ലാനോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലായി എടുത്തു പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞത്? അല്ലാഹു തന്നെ പറയുന്നത് എന്താ? ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സത്യവിശ്വാസികളെ നിങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഈ കൽപ്പന അല്ലാഹു കൽപ്പിക്കുമ്പോൾ അല്ലാഹു ചെയ്യുന്നതും മലക്കുകൾ ചെയ്യുന്നതുമായ ഒരു പുണ്യമായ കർമ്മമാണത് എന്ന് നമ്മളെ ആദ്യമായി പഠിപ്പിച്ചത് എന്തിനാ? ആ മഹത്തായ ആ ഒരു കാര്യം അത്ര ബഹുമാനമുള്ള ഏറ്റവും ഉന്നതമായ ഒരു അമലാണത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തിയല്ല, അങ്ങനത്തെ ഒരു സ്വലാത്ത് നമ്മളോട് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ
പ്രവാചകരെ ആ സ്വലാത്ത് അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ മടിച്ചു നിൽക്കണ്ട എന്നാ പറഞ്ഞതിനർത്ഥം. അള്ളാഹ് ചെയ്യുന്നു, അള്ളാന്റെ മലക്കുകൾ ചെയ്യുന്നു, സത്യവിശ്വാസികളെ നിങ്ങളും ചെയ്യണം. ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ എഴുതിയതിൽ കാണാൻ സാധിക്കും, വാനലോകം മുഴുവൻ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്നതിന്റെ അർത്ഥം വാനലോകം മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകരെ അവിടുത്തെ ആദരവുകളും ബഹുമാനങ്ങളും മദഹുകളും മദായികളും ഫളായിലുകളും മനാഖിബുകളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വാനലോകം മുഴുവനും അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും നിറക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളോട് അല്ലാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ ഈ ഭൂമി ലോകവും അതുപോലെ നിങ്ങൾ നിറക്കണം. എന്തുകൊണ്ട് നടക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദാഹി കൊണ്ട്, മനാഖിബ് കൊണ്ട്, ഫളായിൽ കൊണ്ട് ഈ ഭൂമി ലോകത്തെ നിങ്ങൾ നടക്കണം. അങ്ങനെ സർവ്വലോകവും ഭൂമി ലോകവും ആകാശലോകവും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ പ്രകീർത്തനങ്ങൾ, മദ്ഹുകൾ, അവിടുത്തെ ആദരവുകൾ, ബഹുമാനങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ഈ വാക്കിന്റെ, ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വലിയ ഉന്നതമായ ഒരു പദവിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, അല്ലാഹു പ്രവാചകനോട് പറയുകയാണ്, കുല്ലുഹും യത്ലുബൂന റിളായി വ അന അത്ലുബു റിളാക യാ മുഹമ്മദ്. എന്താണ് ഈ കേൾക്കുന്നത്? അല്ലാഹു പ്രവാചകനോട് പറയാണ്, കുല്ലുഹും യത്ലുബൂന റിളായി, സർവ്വരും, മനുഷ്യലോകം മുഴുവനും, മലക്കുകൾ മുഴുവനും, എല്ലാവരും യത്ലുബൂന റിളായി, എന്റെ പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത്. അതിന് ചോദിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ പൊരുത്തപ്പെടണേ, ഞങ്ങളെ പൊരുത്തപ്പെടണേ. ആ പൊരുത്തത്തിന് വേണ്ടി എല്ലാവരും എന്നോട് യാചിക്കുന്നു. എന്നാൽ മഹാനായ പ്രവാചകനോട് അല്ലാഹു പറയുന്നത് എന്താ? വഅന അത്ലുബു റിളാക യാ മുഹമ്മദ്. നബിയേ, ഞാൻ തങ്ങളുടെ പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞത്? എന്താണ് ഈ വാക്ക്? ലോകം മുഴുവനും അല്ലാഹുവിന്റെ റിളനെ ആഗ്രഹിക്കുമ്പോൾ അല്ലാഹു പ്രവാചകനോട് പറയുന്നത് വാന അത്ലുബു റിളാക, ഞാൻ തങ്ങളുടെ റിളയാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് വിധത്തിലാണെങ്കിലും നമുക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സർവ്വലോകത്തിനും അനുഗ്രഹമായി അയച്ചു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും നടക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലോകത്ത് കഴിഞ്ഞാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഓരോ സ്ഥലത്തും ഇവിടെ നല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്തൊരാഘോഷം. അവിടുത്തെ മൗലിദുകൾ ഓതിക്കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരമായി അതിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് മുഴുവനും ഈ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് ഇവിടെയും നടക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശുദ്ധമായ മാസത്തിന്റെ തുടക്ക ദിവസത്തിൽ തന്നെ, അത് നോക്കൂ നിങ്ങൾ, ഇന്ന് റബീഉൽ അവ്വൽ 1, ഇന്ന് റബീഉൽ അവ്വൽ 1, റബീഉൽ അവ്വലിന്റെ 2ാമത്തെ രാവിലാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ 1ാമത്തെ ദിവസം തന്നെ ഇത്രയും പുണ്യമായ ഒരു കർമ്മം നിർവഹിക്കാൻ ഇത്രയും ആളുകൾ, വലിയ ഒരു ജനബാഹുല്യം ഇവിടെ കാണുന്നു. ഇവരെല്ലാം കൂടിയിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ, ചെറിയ സംഭവമാണോ? അത് ഇവിടെ നമുക്ക് നടത്താൻ സാധിച്ചിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു സൗഭാഗ്യം. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആ സ്നേഹം അത് നമ്മൾ കാണിച്ചേ പറ്റൂ. ആ സ്നേഹപ്രകടനം ഏതെല്ലാം വിധത്തിലുണ്ടോ അതെല്ലാം നമ്മളിൽ നിന്നുണ്ടാവണം. എങ്ങനെയൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്ത്, എന്റെ ദീന്, എന്റെ ദീനിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അത് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. ഒമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന. കണ്ടോ, എന്നെ സ്നേഹിച്ചാലോ പേടിക്കണ്ട, അവൻ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോരാ. പക്ഷെ എന്നെ സ്നേഹിക്കണമെങ്കിൽ എന്റെ സുന്നത്തിനെ സ്നേഹിക്കണം, എന്റെ ദീനിനെ സ്നേഹിക്കണം. എന്റെ ദീനിനെ സ്നേഹിക്കാൻ ആര് മുന്നോട്ട് വന്നോ അവര് എന്നെ സ്നേഹിച്ചവനായി. എന്നെ സ്നേഹിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലുമാണ്. ഇതാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
അപ്പൊ ഈ ദീനിനെ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ നമ്മളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണെന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം. വളരെ മോശമായി ദീനിനെ വളരെ അങ്ങേയറ്റം പുച്ഛിച്ചുകൊണ്ട് തരം താഴ്ത്തിക്കൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ സംസ്കാരത്തെ തന്നെയും വളരെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ചില ആളുകൾ ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ പുതുതായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവരൊക്കെ പുതിയ ഓരോരെ കണ്ടുപിടുത്തുമായിട്ട് വന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ദീനിന്റെ സംസ്കാരം 15 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു വരുന്ന അവിടുത്തെ സംസ്കാരം, ആ സംസ്കാരമൊക്കെ ഇന്ന് സമൂഹത്തിന്റെ മധ്യത്തിൽ അതിനെ വളരെ മോശമായി അവഹേളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. ഇവിടെ ഇപ്പൊ വിവാദമായൊരു ഒരു പർദ്ദ വിഷയമുണ്ടല്ലോ. പർദ്ദ അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. നമ്മളുടെ പൂർവികന്മാര് മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടവരാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഴകും ഭംഗിയും പുറത്തു കാണിച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും എല്ലാ ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വീട്ടിന്റെ ഉള്ളിലിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകരുടെ കൂടെ നമസ്കരിക്കാൻ പോലും സ്ത്രീകൾ ചോദിച്ചപ്പോ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഉമ്മു ഹുമൈദിൻ സായിദിയ ഒരു പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ ഉസല്ലിയ മഅക യാ റസൂലല്ലാഹ്, നബിയെ എനിക്കൊരു വല്ലാത്ത ആഗ്രഹം. എന്താണ് ആഗ്രഹം? തങ്ങളോടൊപ്പം ഈ ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ കൂലി കിട്ടുന്ന ഈ പള്ളിയിൽ വന്ന് തങ്ങളോടൊപ്പം ഈ സഹാബാക്കളെല്ലാം ഉള്ള ഒരു ജമാഅത്തിൽ പങ്കെടുത്ത് ഒന്ന് നിസ്കരിക്കാൻ എനിക്ക് വല്ലാത്തൊരു പൂതി. തങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വരാൻ. അള്ളാഹുവിന്റെ റസൂലോട് മറുപടി പറഞ്ഞത് എന്താ? പെണ്ണെ, നിനക്കൊരിക്കലും തന്നെ ഈ പള്ളി പുണ്യമുള്ളതല്ല. എന്റെ പള്ളി പെണ്ണുങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി അവരുടെ വീട്ടിന്റെ ഉള്ളറയാണ്. ആ ഉള്ളിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ആരാധനകൾ നിർവഹിച്ച് നിങ്ങളെ ആ സുരക്ഷിതമായ അവസ്ഥയിൽ നിലനിൽക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഇവിടെ പെണ്ണുങ്ങൾക്ക് മുഖം മറക്കണ്ടെന്ന് ഫത്വ ഇറക്കുന്നവൻ, പെണ്ണുങ്ങൾക്ക് പർദ്ദ ധരിക്കാൻ പാടില്ല എന്ന് ഫത്വ ഇറക്കുന്നവൻ. ഇപ്പൊ കുറച്ചു ദിവസം 2 ദിവസം മുമ്പ് പുതിയൊരു ഫത്വയും കണ്ടു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ അവര് മതവേഷം ധരിക്കാനേ പാടില്ല. ഇതൊക്കെ പറയുന്നത് നാമധാരികളായ നമ്മളെ കൂട്ടത്തിലുള്ളവരാ. അവനാണിത് പറയുന്നത്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, പെൺകുട്ടികൾ, അതുപോലെ ആൺകുട്ടികൾ, അവരൊരിക്കലും തന്നെ ഇസ്ലാമിക മതവേഷം ധരിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളെ മാത്രമായിട്ടുമല്ല പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയാൽക്ക് വലിയ കിട്ടലായിട്ട് അതിങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ. കിട്ടിയാലോ പോരെ, നമുക്ക് ഏറ്റവും വലിയതായി കിട്ടിയാലോ എന്ന് പറഞ്ഞ് അതും കൊണ്ട് ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടർ. ഇതൊക്കെ ഇന്ന് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ ദീൻ എവിടെ? ആ ദീനിന്റെ സ്വഭാവവും സംസ്കാരവും രീതികളും പാരമ്പര്യവും ഒക്കെ മുസ്ലിം ലോകം മുഴുവനും ഇന്ന് വരെ നിലനിർത്തി പോന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തി പോരാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിർവഹിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള ഏറ്റവും വലിയ സ്നേഹപ്രകടനം അതാണ്. മൻ അഹബ്ബ സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅതി ഷഹീദ്. അല്ലാഹുവിന്റെ പ്രവാചകർ മറ്റൊരു ഹദീസിൽ പറഞ്ഞല്ലോ, എന്റെ ഈ സുന്നത്തിനെ ഇഹ്യാ ചെയ്യാൻ, ആ സുന്നത്തിന് വേണ്ടി ഇവിടെ ശബ്ദിക്കാൻ, അതിനുവേണ്ടി രംഗത്തിറങ്ങി ഈ സമുദായത്തിൽ ആ മഹത്തായ ദീനിന്റെ പാരമ്പര്യങ്ങളെ സംരക്ഷിച്ച് നിലനിർത്താൻ ആര് മുന്നോട്ട് വരുന്നു? എപ്പോ? ഇന്ദ ഫസാദി ഉമ്മത്തി. ഈ ജാതി ഫസാദിന്റെ ആളുകൾ, ഫിത്നയുടെ ആളുകൾ. ഇന്ന് ഇത്തരക്കാർക്കാണ് നോബൽ സമ്മാനം കൊടുക്കേണ്ടത്. ഇന്ന് നോബൽ സമ്മാനം കൊടുക്കേണ്ടത് ഇവർക്കൊക്കെയാണ്. കാരണം ഇവര് ഈ ലോകത്തിന്റെ മുന്നിൽ എടുത്തിട്ടിരിക്കുന്നത് അത്രയും വലിയ സംഭവമായി എല്ലാ സ്ഥലങ്ങളിലും ചർച്ചയാക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്.
എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനത്തെ ഫസാദ് എന്റെ ഉമ്മത്തിൽ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ നിങ്ങൾ സ്നേഹിക്കുക എന്ന് മാത്രമല്ല അതിനെ മുറുകെ പിടിക്കുക. മൻ അഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ ഇഹ്യാ ചെയ്യുക, ഹയാത്താക്കുക. എന്നാൽ അവന് കിട്ടുന്നത് ഫലഹു മിയത്തു അജ്രി ശഹീദ്, ഫലഹു അജ്റു മിയത്തി ശഹീദ്, 100 ശുഹദാക്കന്മാരുടെ കൂലി അവനിക്കുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അപ്പൊ ഇതാണ് ഈ കാലഘട്ടം, നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. വളരെ പ്രയാസമാണെന്ന് പറഞ്ഞാൽ തീക്കനൽ കടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണെന്ന് നമ്മളുടെ ദീനിന്റെ കാര്യങ്ങളുമായി നമ്മൾ നിൽക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. എത്ര പ്രയാസമുണ്ട്, എത്ര ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും നമ്മളുടെ ഈ പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരവും രീതികളും നമ്മളുടെ പൂർവികന്മാര് കാണിച്ചു തന്ന മാതൃകയും അവർ വിശ്വസിച്ചു പോന്ന വിശ്വാസങ്ങളും ആചരിച്ചു പോന്ന ആചാരങ്ങളും അവരുടെയൊക്കെ ആ രീതികളും എന്നും ഈ സമുദായത്തിൽ നിലനിൽക്കണം. അതിനുവേണ്ടി ഇതാവണം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം. അപ്പൊ ആ ഒരു സ്നേഹപ്രകടനവും ഈ മഹത്തായ പുണ്യമായ ഈ മാസത്തിൽ ഒന്നും കൂടി നമുക്കതിന്റെ ഒരു ഓർമ്മ പുതുക്കലാവട്ടെ. ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 1-ാം ദിവസം ഇവിടെ നടക്കുന്ന ഈ നബിദിന പരിപാടി എന്ന് പ്രത്യേകമായതിന് അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ